Okay, in this course, ഈ കോഴ്സിൽ നമുക്ക് ചെയ്യാനുള്ളത് കോഴ്സ് തന്നെ കവർ ചെയ്യാനുള്ള ടോപ്പിക്കുകൾ മെക്കാനിക്സ്, റിലേറ്റിവിറ്റി, വേവ്സ് ആൻഡ് ഓസിലേഷൻസ്. ഇതാണ് നമ്മുടെ പേപ്പറിൻ്റെ ടൈറ്റിൽ. ഓക്കെ, അടുത്ത സ്ലൈഡ് പോവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൽ നമുക്ക് കവർ ചെയ്യേണ്ട യൂണിറ്റുകൾ ഏതൊക്കെ പോർഷൻസ് ആണ് കവർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് വി വിൽ സ്റ്റഡി അബൌട്ട് ഫ്രെയിംസ് ഓഫ് റെഫറൻസ്, ദെൻ വി വിൽ സ്റ്റഡി കൺസർവേഷൻ ഓഫ് എനർജി ആൻഡ് മൊമെൻറ്റം. അത് കഴിഞ്ഞാൽ നമ്മൾ വി വിൽ ഗോ ടു റിലേറ്റിവിറ്റി, ദാറ്റ് ഈസ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ബൈ ഐൻസ്റ്റീൻ. ദെൻ ഓസിലേഷൻസ് ആൻഡ് വേവ്സ്, ദെൻ ലാസ്റ്റ് സം എക്സ്ട്രാക്ട്സ് ഓഫ് മോഡേൺ ഫിസിക്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് നമുക്ക് ഈ കോഴ്സിൽ നമുക്ക് കവർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മുടെ ഫസ്റ്റ് പാർട്ടിൻ്റെ അടുത്ത സ്ലൈഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് പാർട്ടിൻ്റെ so that starts with mechanics. Okay, so നമ്മൾ അതിൽ സ്റ്റാർട്ട് ചെയ്യാം മെക്കാനിക്സിൽ. So what do you mean by mechanics? Mechanics എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് that deals with motion, that studies motion. Okay, അപ്പോൾ ചലനത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് മെക്കാനിക്സ്. ഓക്കെ, നമ്മൾ ഒരുപാട് മുന്നേ തന്നെ പഠിച്ചു വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മെക്കാനിക്സിൽ നമുക്ക് പഠിക്കണമെങ്കിൽ ഏറ്റവും ആദ്യം ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ്സുകൾ നമുക്ക് അറിയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷുഡ് നോ പൊസിഷൻ, വെലോസിറ്റി, ആക്സിലറേഷൻ, ടൈം. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറച്ച് ഫണ്ടമെൻ്റൽ കാര്യങ്ങളുണ്ട്. അതാദ്യം നമുക്ക് വി ഷുഡ് നോ ദ കൺസെപ്റ്റ് ഓഫ് ദീസ് തിങ്സ്. ഓക്കെ, ഇപ്പോൾ അതിൽ ഫസ്റ്റ് പോയിന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൊസിഷൻ. വാട്ട് യു മീൻ ബൈ പൊസിഷൻ? ഓക്കെ, നമ്മൾ വെക്ടോറിയൽ നൊട്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ പൊസിഷൻ വെക്ടർ എന്നൊക്കെ പറയും. പഠിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ പ്ലസ് 2 തന്നെ പഠിച്ചിട്ടുണ്ടാവും. സർ, ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞു. 1 മിനിറ്റ്. സർ, അഭിഷേക്. ഓക്കെ ഓക്കെ, അലോ ചെയ്തു. ഓക്കെ, വിൽ കണ്ടിന്യൂ. സോ പൊസിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ആരെങ്കിലും ചോദിക്കുകയാണ് വേർ ഇസ് പട്ടാമ്പി കോളേജ്, പട്ടാമ്പി കോളേജ് എവിടെയാണെന്ന് ആരെങ്കിലും ചോദിക്കുകയാണ്. അപ്പോൾ ഒരാളുടെ നമ്മൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും? ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അടുത്തുള്ള ആളെന്നല്ല, ഒരുപാട് ദൂരമുള്ള ആളാണ്. ഓക്കെ, അപ്പം നമ്മൾ പറയും പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു ബസ് പിടിക്കുക, ചെർപ്പളശ്ശേരി ബസ് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 4 കിലോമീറ്റർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയാണ് പട്ടാമ്പി കോളേജ്. സോ ദാറ്റ് വിൽ ബി അവർ എക്സ്പ്ലനേഷൻ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഈ എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഒരു നമ്പർ പറഞ്ഞു 4 കിലോമീറ്റർ. ഓക്കെ, ദെൻ ഐ മെൻഷൻഡ് എ ഡയറക്ഷൻ ലൈക്ക് ചെർപ്പളശ്ശേരി ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ ഇയാളുടെ അടുത്ത് പറഞ്ഞു കൊടുത്ത് പട്ടാമ്പി സ്റ്റാൻഡിൽ നിന്ന് 4 കിലോമീറ്റർ പോയാൽ മതി, ഏതെങ്കിലും ഡയറക്ഷനിൽ പോയാൽ പോരാ, ഗുരുവായൂർ ഡയറക്ഷനിൽ പോയാൽ പോരാ, അല്ലെങ്കിൽ പെരുന്തമണ്ണ ഡയറക്ഷനിൽ പോയാൽ പോരാ, ഏത് ഡയറക്ഷനിൽ പോകണം? ചെർപ്പളശ്ശേരി ഡയറക്ഷനിൽ പോകണം. ഓക്കെ, അപ്പോൾ ഞാൻ 2 കാര്യം മെൻഷൻ ചെയ്തു. ഒന്നൊരു നമ്പർ, ദാറ്റ് ഈസ് 4 കിലോമീറ്റർ, അല്ലെങ്കിൽ നമ്മൾ ഒരു മാഗ്നിറ്റ്യൂഡ്. ദെൻ ഐ ഗേവ് എ ഡയറക്ഷൻ. ഓക്കെ, സച്ച് ക്വാണ്ടിറ്റീസ് ആർ കാൾഡ് വെക്ടർ ക്വാണ്ടിറ്റീസ്. വെക്ടേഴ്സ് ആൻഡ് സ്കെയിലേഴ്സ് നമ്മൾ പ്ലസ് 2 പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കറിയാം, കൺസെപ്റ്റ് അറിയാം, എന്താ വെക്ടർ എന്താ സ്കെയിലാർ എന്നറിയാം. സോ എനിത്തിങ് ദാറ്റ് പോസസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. അതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. That's fine. So position is a vector quantity. Okay, and displacement എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ പൊസിഷൻ. ഓക്കെ, ഒരു പൊസിഷനിൽ വേറെ പൊസിഷനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചു എന്ന് പറയും. ദാറ്റ് ഈസ് ആൾസോ എ വെക്ടർ ക്വാണ്ടിറ്റി. വെലോസിറ്റി is the rate of change of displacement with respect to time. ഒരു പാർട്ടിക്കിളിന്റെ പൊസിഷൻ എത്ര ഫാസ്റ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നു, അതാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. Okay, how fast the position is changing with respect to time. Okay, so velocity is also a vector quantity. Then acceleration is also a vector quantity. Okay, so acceleration എന്ന് പറയുന്നത് how fast velocity is changing with respect to time. Okay, ടൈമിനനുസരിച്ച് എത്ര ഫാസ്റ്റ് ആയിട്ട് വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്. So that is acceleration. Okay. So these are the fundamental concepts that we should know.
ഈ കൺസെപ്റ്റ് പറയുന്നത് അത്ര ഈസി ഒന്നല്ല, കുറച്ചും കൂടി കോഴ്സിലേക്ക് പോകുന്നതോറും നമുക്ക് അതിൻ്റെ ഡിഫിക്കൽട്ടീസ് മനസ്സിലായിക്കൊണ്ടിരിക്കും. ഓക്കെ, ഹു ഇസ് വിജയ്? വെബ് ക്യാം ഓഫ് ചെയ്യുക, മൈക്ക് ഓഫ് ചെയ്യുക. ഓക്കെ, മൈക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ഓൺ ചെയ്തിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ മാത്രം ചെയ്യുക. വിജയ് കേൾക്കുന്നുണ്ടോ? ഓക്കെ, LMS മാത്രം നോക്കിയിട്ട് ക്ലാസ്, LMS സ്ലൈഡ് മാത്രം നോക്കിയിട്ട് ക്ലാസ് ശ്രദ്ധിക്കുക. ഓക്കെ, വിൽ കം ബാക്ക് ടു ദിസ്. ഓക്കെ, ഇനി അപ്പോൾ ബേസിക് കൺസെപ്റ്റുകൾ 2-3 കൺസെപ്റ്റുകൾ പറഞ്ഞു. അതിൻ്റെ കോംപ്ലിക്കേഷൻസ് നമുക്ക് പിന്നെ കോഴ്സിലേക്ക് വരുന്നതോറും അതിൻ്റെ കോംപ്ലിക്കേഷൻസ് മനസ്സിലാവും. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി അത് കഴിഞ്ഞ് നമ്മൾ മെക്കാനിക്സിൽ എന്താ പഠിക്കുന്നത്? ഓക്കെ, നമ്മൾ ചെറിയ ക്ലാസ് മുതൽ 8ാം ക്ലാസ് മുതൽ ആദ്യമായിട്ട് പഠിക്കുന്നതാണ്. ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കുക ദാറ്റ് ഈസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയും. ഓക്കെ, ഏതൊക്കെ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം S = ut + ½ at², v = u + at, v² = u² + 2as. 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉണ്ടെന്ന് പറയും. ചിലർ പറയും 4 എണ്ണം ഉണ്ടെന്നൊക്കെ പറയും. ഓക്കെ, ഡസൻറ്റ് മാറ്റർ. എനിവേ എത്ര ഉണ്ടായാലും അത് നമുക്കൊരു വിഷയമൊന്നുമല്ല. എന്താണ് ഈ ഇക്വേഷൻ പറയുന്നത്? എന്തിനാണ് നമ്മൾ ഈ ഇക്വേഷൻ പഠിക്കുന്നത്? ഓക്കെ, അപ്പോൾ ഇക്വേഷൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, സോ ഫസ്റ്റ് എക്സാമ്പിൾ S = ut + ½ at². അതെന്താ പറയുന്നത്? അല്ലെങ്കിൽ അതുകൊണ്ട് എന്താ യൂസ്? ഓക്കെ, ദാറ്റ് ഡിസ്ക്രൈബ്സ് മോഷൻ. ഒരു പാർട്ടിക്കിൾ ഇഫ് ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ആൻ ഇനീഷ്യൽ വെലോസിറ്റി u, അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി u ആണ്, ആൻഡ് ഇറ്റ് ഹാസ് ആൻ ആക്സിലറേഷൻ a എന്ന് പറയുന്ന ഒരു ആക്സിലറേഷൻ ഉണ്ട്. ആഫ്റ്റർ എ ടൈം t, ഒരു t സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേർ വിൽ ബി ഇറ്റ്സ് പൊസിഷൻ, അല്ലെങ്കിൽ ഹൗ മച്ച് ഡിസ്പ്ലേസ്മെന്റ് ഇറ്റ് ഹാപ്പൻഡ്. ഓക്കെ, അപ്പോൾ അതിന് സംഭവിച്ച ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് ആഫ്റ്റർ എ ടൈം t. അതാണ് നമുക്ക് ആ ഇക്വേഷൻ കിട്ടുന്നത്. അല്ലെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ v = u + at എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് യു നോ ദ ഇനീഷ്യൽ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ, യു ക്യാൻ ഫൈൻഡ് ദ ലേറ്റർ വെലോസിറ്റി അറ്റ് എ ലേറ്റർ ടൈം t. ഒരു t സെക്കൻഡ് കഴിഞ്ഞിട്ടുള്ള വെലോസിറ്റി നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഈ ഇക്വേഷൻസ് ഒക്കെ അങ്ങനത്തെ ഈ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റിലേഷൻസ് ആണ്. ഓക്കെ, ഓക്കെ, എന്താണ്? ഓക്കെ, സോ വി വിൽ കം ബാക്ക് ടു ദിസ്. അപ്പോൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ നമ്മൾ പറഞ്ഞു, അതിൻ്റെ യൂസ് എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. ഒരു കല്ല്, ഐ എം ത്രോയിങ് എ സ്റ്റോൺ വിത്ത് ആൻ ഇനീഷ്യൽ വെലോസിറ്റി u അറ്റ് എ പർട്ടിക്കുലർ ആംഗിൾ തീറ്റ. ഞാനൊരു കല്ല് എറിയാണ് ഒരു പെർട്ടിക്കുലർ ആംഗിൾ, സേ 45 ഡിഗ്രി, ഒരു 45 ഡിഗ്രി ആംഗിളിൽ ഒരു ഇനീഷ്യൽ വെലോസിറ്റി സേ 10 km/s, ഒരു 10 km/s ഒരു കല്ല് ഞാൻ എറിയുകയാണ്. ഓക്കെ, അത് എവിടെ പോയി വീഴും? എത്ര ദൂരം പോയിട്ടുണ്ടാവും? ആ ദൂരത്തിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് വിളിക്കുക. അതും നമ്മൾ +2 പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് പ്രൊജക്ടൈൽ മോഷൻ. പ്രൊജക്ടൈൽ മോഷൻ്റെ റേഞ്ച് എത്രയാ? ഈ വെലോസിറ്റിയിൽ ഇന്ന ആംഗിൾ എറിഞ്ഞു കഴിഞ്ഞാൽ എത്ര ഡിസ്റ്റൻസ് എത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് മാക്സിമം എത്ര ഹൈറ്റിൽ പോവും? ഓക്കെ, മാക്സിമം ഹൈറ്റ്, അതും പ്രൊജക്ടൈൽ മോഷനിൽ പഠിച്ചതാണ്. ടൈം ഓഫ് ഫ്ലൈറ്റ്, നമ്മൾ ഈ എറിയുന്ന പോയിന്റ് മുതൽ കല്ല് വന്ന് വീഴുന്ന പോയിന്റ് വരെ എത്ര സമയം എടുക്കും? ദാറ്റ് ഇസ് ടൈം ഓഫ് ഫ്ലൈറ്റ്. അതിനുള്ള ഫോർമുല ഇതൊക്കെ നമ്മൾ പ്രൊജക്ടൈൽ മോഷനിൽ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ജാവലിൻ ത്രോയിൽ നമ്മൾ ഒരു ആംഗിളിൽ എറിയുക, ഒരു വെലോസിറ്റിയിൽ എറിയുക, അത് എവിടെ പോയി വീണിട്ടുണ്ടാവും? അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന, അതിൻ്റെ ഈ റിലേഷൻസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻസ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ന്യൂട്ടൺസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഓക്കെ, ഇനി ബേസിക്കലി ഈ മോഷൻസ് വെച്ചിട്ട് എന്താ ചെയ്യുന്നത്? അല്ലെങ്കിൽ നമ്മുടെ കുറേ ലോസ് ഉണ്ട്, ന്യൂട്ടൺസ് ലോസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് what you are doing? Okay, what you are doing is basically you are doing a prediction. Okay, so basically നമ്മൾ എന്താ ചെയ്യുന്നത്? പ്രെഡിക്റ്റ് ചെയ്യാണ്, ജ്യോതിഷം. ഞാൻ പറയാണ് ഈ ആംഗിളിൽ ഇന്ന വെലോസിറ്റിയിൽ എറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ടാവും.
ഐ എം മേക്കിംഗ് എ പ്രഡിക്ഷൻ. ഓക്കെ, അല്ലാണ്ട് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ വെറുതെ ഒരു ടേപ്പ് എടുത്ത് അളന്നാൽ എനിക്ക് ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. ഓക്കെ, ഒരു ജാവലിൽ എറിഞ്ഞിട്ട് ഒരു ടേപ്പ് എടുത്ത് അളഞ്ഞാൽ എനിക്ക് ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻസിന്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്ച്വൽ എക്സ്പെരിമെന്റ് ചെയ്യാതെ തന്നെ ഐ ക്യാൻ പ്രെഡിക്റ്റ് തിങ്സ്, എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ദർ ആർ 3 ലോസ് ഓഫ് മോഷൻ. ഓക്കെ, ബേസിക്കലി ഈ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള ഒരൊറ്റ ഫോർമുലയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളാണ് ഈ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഒക്കെ. ഓക്കെ, സോ ദാറ്റ് ഈസ് നത്തിങ്. ന്യൂട്ടൺസ് ലോ മാത്രം ആക്ച്വലി നമുക്ക് പഠിച്ചാൽ മതി. അപ്പോൾ അതിലവിടെ 3 ലോസ് ഉണ്ടെന്ന് പറയും. ലോ ഓഫ് ഇനേഷ്യ. ലോ ഓഫ് ഇനേഷ്യ എന്താ പറയുന്നത് വെച്ചാൽ എവറി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രേറ്റ് ലൈൻ അൺലെസ് ഡിസ്റ്റർബ് ബൈ എൻ എക്സ്റ്റേണൽ ഫോഴ്സ്. അപ്പോൾ ഒരു വസ്തു റെസ്റ്റിലിരിക്കുകയാണെങ്കിൽ റെസ്റ്റിൽ തന്നെ ഇരിക്കും, മോഷനിലാണെങ്കിൽ അതേ യൂണിഫോം മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും അൺലെസ് എൻ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ ഇറ്റ്. വേറെ പുറമെന്നൊരു ഫോഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് മോഷനിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ് ഈസ് ഫസ്റ്റ് ലോ. ഓക്കെ, ഇനി സെക്കൻഡ് ലോ പറയുന്നത് എന്താ? ദ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. ഓക്കെ, അല്ലെങ്കിൽ അവിടെ നിന്നാണ് നമുക്ക് എഫ് ഈക്വൽ ടു എം എ എന്നുള്ള ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത് സെക്കൻഡ് ലോ എന്നാണ്. ഓക്കെ, ഇനി തേർഡ് ലോ എന്താ പറയുന്നത്? തേർഡ് ലോ പറയുന്നത് ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ, അല്ലെങ്കിൽ ആക്ഷൻ ഈക്വൽ ടു മൈനസ് റിയാക്ഷൻ, F12 ഈക്വൽ ടു മൈനസ് F21. ഇതാണ് നമ്മുടെ ന്യൂട്ടൺസ് ലോസ് ഒക്കെ പറയുന്നത്. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ ബേസിക് ലോസ് ഓഫ് മെക്കാനിക്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ന്യൂട്ടൺ എന്നാണ്. ഓക്കെ, ദെൻ അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഐൻസ്റ്റീൻ വരുന്നത്. ഓക്കെ, ഐൻസ്റ്റീൻ വന്നപ്പോൾ പറഞ്ഞു ന്യൂട്ടൺസ് ലോ തെറ്റാണ്. ന്യൂട്ടൺസ് ലോ ഈസ് റോങ്. ഐൻസ്റ്റീനിയൻ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ഒക്കെ തെറ്റാന്ന് പ്രൂവ് ചെയ്തു ഐൻസ്റ്റീൻ. ഐൻസ്റ്റീൻസ് മെക്കാനിക്സ് അല്ലെങ്കിൽ റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സ് അതാണ് ശരി എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ തെറ്റ് പഠിക്കുന്നത്? ഇതെല്ലാം തെറ്റാ. അപ്പോൾ ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷൻസ് ഒക്കെ തെറ്റാ. S equal to ut plus half at square v equal to u plus at v square equal to u square plus 2as. ഇതൊക്കെ തെറ്റാന്നാണ് ആര് പ്രൂവ് ചെയ്തത്? ഐൻസ്റ്റീൻ പ്രൂവ് ചെയ്തത്. ഓക്കെ, സോ സ്റ്റിൽ നമ്മൾ ഇപ്പോഴും എന്തിനാണ് പിന്നെ ഈ ന്യൂട്ടൺസ് മെക്കാനിക്സ് അല്ലെങ്കിൽ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ എന്തിനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതെല്ലാം തെറ്റല്ലേ? അപ്പം അങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്താ തെറ്റ് എന്താ ശരി, അതിൻ്റെ ഒരു ഡെഫിനിഷൻ വരും. വാട്ട് ഈസ് റൈറ്റ്, വാട്ട് ഈസ് റോങ്. ഓക്കെ, അപ്പം അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ ഒരു ജാവലിൻ ത്രോ. അപ്പം ഞാൻ ഒരു ജാവലിൻ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ ഞാൻ എറിയാണ്, ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ എറിയാണ്. ഓക്കെ, അത് എവിടെ വീണിട്ടുണ്ടാവും, എത്ര ദൂരം പോയിട്ടുണ്ടാവും, ആ സാധനം എനിക്ക് എന്ത് വെച്ചിട്ട് പ്രഡിക്റ്റ് ചെയ്യാം? ന്യൂട്ടൺസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ വെച്ചിട്ട് എനിക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. സപ്പോസ് ഞാൻ അങ്ങനെ പ്രഡിക്റ്റ് ചെയ്തിട്ട് ഓക്കെ, ഞാൻ ജാവലിൻ എറിഞ്ഞു. സപ്പോസ് ഞാൻ പറഞ്ഞു അതൊരു 100 മീറ്റർ എത്തും. ഓക്കെ, അപ്പോൾ ഈ വെലോസിറ്റിയിൽ ഈ ആംഗിൾ എറിഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ട്രാവൽ എ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദാറ്റ് വിൽ കവർ എ ഡിസ്റ്റൻസ് 100 മീറ്റർ ഞാൻ പ്രിഡിക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് എൻ്റെ തിയറി, ദാറ്റ്സ് മൈ തിയറി. ഇനി അത് തിയറി കറക്റ്റ് ആണോ എന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? സോ സിമ്പിൾ. ഒരു ടേപ്പ് എടുക്കുക, അളക്കുക. ജാവലിൻ എറിഞ്ഞ പോയിന്റ് മുതൽ അത് എവിടെയാവൻ തറച്ച് നിൽക്കുന്നത് വെച്ചാൽ ആ പോയിന്റ് വരെ ഒരു ടേപ്പ് എടുക്കുക, അളക്കുക. ഓക്കെ, അപ്പം ഞാൻ പ്രെഡിക്റ്റ് ചെയ്തു 100 മീറ്റർ. ഓക്കെ, ഇനി എൻ്റെ ടേപ്പ് എടുത്ത് അളന്നിട്ടും അത് 100 മീറ്റർ തന്നെയാണെങ്കിൽ ദാറ്റ്സ് ഫൈൻ. മൈ ലോ ഈസ് കറക്റ്റ്, അല്ലെങ്കിൽ എൻ്റെ ഇക്വേഷൻസ് ഒക്കെ കറക്റ്റ് ആണ്. സോ സിമ്പിൾ. ഓക്കെ, ഇനി ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം ഞാൻ 100 മീറ്റർ എന്ന് പ്രെഡിക്റ്റ് ചെയ്തു. ഓക്കെ, ഞാൻ മെഷർമെൻറ്റ് നടത്തിയപ്പോൾ ഞാനൊരു ടേപ്പ് എടുത്ത് അളന്നപ്പോൾ 1 മൈക്രോമീറ്റർ ഡിഫറൻസ് വന്നു. ഓക്കെ, സോ ആസ് കമ്പയർഡ് ടു 100 മീറ്റർ ഒരു മൈക്രോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ഐ കനോട്ട്, എനിക്ക് കാണും കൂടിയില്ല, അത്രയും ചെറിയൊരു സാധനമാണ്. ഓക്കെ, സോ ദാറ്റ് ഡസൻറ്റ് മാറ്റർ ഫോർ മീ. ഓക്കെ, ഒരു മൈക്രോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതൊരു വിഷയമല്ല. ഓക്കെ, ഇനി ഞാൻ പറയുകയാണ് 1 മില്ലിമീറ്റർ ഡിഫറൻസ് വന്നു. ഈസ് ദാറ്റ് ഓക്കെ?
1 millimeter ആസ് കമ്പയർഡ് ടു 100 മീറ്റർ എനിക്കത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ 1 millimeter ഈസ് ഓക്കെ, ഈസ് ആൾസോ ഓക്കെ ഫോർ മീ. ഇനി ഞാൻ ചോദിക്കുകയാണ് 1 centimeter, ഒരു സെൻറ്റിമീറ്റർ ഡിഫറൻസ് വന്നു. ഓക്കെ, അപ്പോഴും എനിക്ക് കുഴപ്പമൊന്നുമില്ല. 1 centimeter എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഷയമൊന്നുമല്ല. ഓക്കെ, 10 centimeter, അപ്പോൾ 100 മീറ്ററിനെ കമ്പയർ ചെയ്യുമ്പോൾ 10 centimeter എന്ന് പറയുന്നത് ഒരു കയ്യിൻ്റെ ഒരു വലിപ്പം, ദാറ്റ് ഈസ് ആൾസോ ഓക്കെ. ഇനി ഞാൻ ചോദിക്കുകയാണ് 1 meter, ഒരു 1 meter ഡിഫറൻസ് വന്നു എൻ്റെ പ്രഡിക്ഷൻ എന്ന്. എൻ്റെ പ്രഡിക്ഷനും ആക്ച്വൽ മെഷർമെൻറ്റും തമ്മിൽ 1 meter ഡിഫറൻസ് വന്നു. അവിടെ കുറച്ച് പ്രശ്നമായിട്ട് വരും. ദാറ്റ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. ഓക്കെ, പ്രശ്നങ്ങൾ കയറി വരും. അല്ലെങ്കിൽ 10 meter ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സൊല്യൂഷനാണ്. എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു തിയറിയുടെ കറക്റ്റ്നെസ് എന്ന് പറയുന്നത് നമ്മുടെ നീഡാണ്. നമുക്ക് എത്ര അക്യുറസി വേണം, ആ അക്യുറസി ഈ തിയറി തരുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു 100 മീറ്ററിൽ 1 millimeter എനിക്കൊരു വിഷയമല്ല എന്ന് പറഞ്ഞു. ചില കേസിൽ അത് വിഷയമായിട്ട് വരും. ഓക്കെ, ചില കേസിൽ ഈ 1 millimeter എറർ തന്നെ എനിക്ക് അലോ ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻസ് കയറി വരും. ആ കണ്ടീഷൻസ് കയറി വരുമ്പോൾ എന്ത് പറ്റി? ന്യൂട്ടൺസ് ലോ തെറ്റായി മാറും. കൂടുതൽ അക്യുറേറ്റ് ആയിട്ടുള്ള തിയറികളിലേക്ക് നമുക്ക് പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ന്യൂട്ടൺസ് ലോ തെറ്റാന്നല്ല, ഐൻസ്റ്റീൻസ് ലോ എന്ന് പറയുന്നത് കുറച്ചും കൂടിയും കറക്റ്റ് അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ്. അതിൻ്റെ ഒരു ചെറിയ എന്താ പറയുക സ്പെഷ്യൽ കേസ് മാത്രമാണ് ന്യൂട്ടൺസ് തിയറി. വെലോസിറ്റി വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ന്യൂട്ടൺസ് ലോ ഇസ് വെരി ഗുഡ് അപ്രോക്സിമേഷൻ, ഇറ്റ്സ് ആൻ അപ്രോക്സിമേഷൻ. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഒരു ലോ തെറ്റാന്ന് പറയേണ്ട ആവശ്യമില്ല. കൂടുതൽ അക്യുറേറ്റ് ആയിട്ടുള്ള തിയറീസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ ഈ ചെറിയ വെലോസിറ്റി ആ കേസിനൊക്കെ നമുക്ക് ഐൻസ്റ്റീൻസിന്റെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഒന്നും വെച്ച് സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ന്യൂട്ടൺസ് ഇക്വേഷൻസ് വെച്ചിട്ട് തന്നെ സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അക്യുറസി എന്താ പറയുക, അക്യുറസിക്ക് അനുസരിച്ചാണ് നമുക്ക് ഏത് ലോ എടുക്കണം, ഏത് ലോ തള്ളിക്കളയണം എന്നുള്ള ഒരു കേസ്. അപ്പോൾ അതാണ് പറഞ്ഞു വരുന്നത്. നമുക്ക് അതുകൊണ്ട് ന്യൂട്ടൺസ് ലോ ഈസ് സ്റ്റിൽ വാലിഡ് ഫോർ സം പർട്ടിക്കുലർ കേസ്. ദെൻ വാലിഡ് അല്ലാത്ത സിറ്റുവേഷൻസ് വരുമ്പോൾ വി വിൽ ഗോ ഫോർ മോർ അക്യുറേറ്റ് തിയറീസ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ഒരു സയൻസ് എവോൾവ് ചെയ്യുന്നത്. ഇനി വിൽ കം ബാക്ക് ടു മെക്കാനിക്സ്. മെക്കാനിക്സിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു പൊസിഷൻ, വെലോസിറ്റി, ആക്സലറേഷൻ പറഞ്ഞു. ഇനി ഇതെല്ലാം നമുക്ക് റെക്കോർഡ് ചെയ്യണം. റെക്കോർഡ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിഫൈ ചെയ്ത് വെക്കണം. ഇത്ര എമൗണ്ട് ആണ്. ഇപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച എക്സാമ്പിളിൽ ഇങ്ങനെ തിരിച്ചു വരാം. അപ്പോൾ പട്ടാമ്പി കോളേജ് എവിടെയാണെന്ന് ചോദിച്ചു. പട്ടാമ്പി കോളേജ് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ നിന്ന് 4 kilometer ഉണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മളവിടെ ക്വാണ്ടിഫൈ ചെയ്യാണ് 4 kilometers ടുവേർഡ്സ് ദിസ് ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ മാഗ്നിറ്റ്യൂഡ് സ്പെസിഫൈ ചെയ്തു, ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്തു. അതൊക്കെ സ്പെസിഫൈ ചെയ്യുന്നത് എവിടുന്നാ? ദർ ഇസ് എ റെഫറൻസ് പോയിന്റ്. എൻ്റെ റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത് പട്ടാമ്പി ബസ് സ്റ്റാൻഡാണ്. ഓക്കെ, ദാറ്റ് മീൻസ് ദാറ്റ്സ് മൈ ഒറിജിൻ. എൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് പട്ടാമ്പി ബസ് സ്റ്റാൻഡാണ്. അവിടെ നിന്നാണ് 4 kilometer, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും 4 kilometer പോയാൽ പട്ടാമ്പി കോളേജ് എത്തില്ല. യു ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം പട്ടാമ്പി ബസ് സ്റ്റാൻഡ്. ഓക്കെ, സോ ദാറ്റ് ഈസ്, അവിടെയാണ് നമുക്ക് എന്ത് വേണ്ടത്? കോർഡിനേറ്റ് സിസ്റ്റം നമുക്ക് ആവശ്യമായിട്ട് വരും. ഓക്കെ, വി നീഡ് എ കോർഡിനേറ്റ് സിസ്റ്റം. നമുക്ക് അറിയാവുന്ന കോർഡിനേറ്റ് സിസ്റ്റംസ് ഒരുപാടുണ്ട്. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം, സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം, സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം, അങ്ങനെ പലതരം കോർഡിനേറ്റ് സിസ്റ്റങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും അധികം ഫെമിലിയർ നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ആ ഒരു കോർഡിനേറ്റ് സിസ്റ്റം നമുക്ക് ആവശ്യമാണ്. എന്തിന്? ഏത് ക്വാണ്ടിറ്റിയും നമുക്കത് റെക്കോർഡ് ചെയ്ത് വെക്കണമെങ്കിൽ, അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്ത് വെക്കണമെങ്കിൽ വി നീഡ് എ കോർഡിനേറ്റ് സിസ്റ്റം. ആ കോർഡിനേറ്റ് സിസ്റ്റം എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കണം. അപ്പോൾ ഞാൻ എൻ്റെ കോർഡിനേറ്റ് സിസ്റ്റത്തിന് എവിടെ കൊണ്ടുവച്ചു? പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവച്ചു. അവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്നാണ് ഞാൻ ഡിസ്റ്റൻസ് മെൻഷൻ ചെയ്യുന്നത്. അവിടെ നിന്നാണ് ഞാൻ ഡയറക്ഷൻ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, ഓൾ ദീസ് തിങ്സ് ആർ ദർ. ഇനി കോർഡിനേറ്റ് സിസ്റ്റം തന്നെ പലതരത്തിലുള്ള കോർഡിനേറ്റ് സിസ്റ്റം ഞാൻ പറഞ്ഞു. അപ്പോൾ അത് ഏത് യൂസ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാണോ നമുക്ക് കൺവീനിയൻറ്റ് വി ക്യാൻ യൂസ് ദാറ്റ്. ഓക്കെ, ഇപ്പോൾ ചില കേസിൽ മോർ കൺവീനിയൻറ്റ് സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം ആയിരിക്കും. കാർട്ടീഷ്യൻ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരും. അത് സിമ്മട്രിക്ക് അനുസരിച്ചിരിക്കും. ഓക്കെ, അത് അങ്ങനത്തെ കേസുകളൊക്കെ വരുമ്പോൾ നമുക്ക് ആ ഒരു ഇതിലേക്ക് പോവാം.
ഓക്കെ, ഇനി നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റം പറഞ്ഞു. ഇനി കോർഡിനേറ്റ് സിസ്റ്റത്തിനെ കുറിച്ചും നമ്മുടെ ഫ്രെയിംസിനെ കുറിച്ചും ഫ്രെയിംസ് ഓഫ് റെഫറൻസിലേക്ക് വരുന്നുണ്ട്. അതിന് വരുന്നതിന് മുന്നേ നമ്മൾ ഈ കുറച്ച് മെഷർമെൻറ്റ്സിലേക്ക് പോവാം. ഹൗ ടു മെഷർ സം ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഓക്കെ, ഫോർ എക്സാമ്പിൾ അടുത്ത സ്ലൈഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഹൗ വിൽ യു മെഷർ ലെങ്ത്? ലെങ്ത് എങ്ങനെ മെഷർ ചെയ്യും? ഇപ്പം ഞാൻ നേരത്തെ കേസ് പറഞ്ഞു, ജാവലിൻ്റെ കേസ് പറഞ്ഞപ്പോൾ ഒരു ടേപ്പ് എടുക്കുക, അളക്കുക. സോ സിമ്പിൾ. ഓക്കെ, ബട്ട് ഇറ്റ്സ് നോട്ട് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ മെഷർമെൻറ്റും അത്ര എളുപ്പത്തിൽ നമുക്ക് നടത്താൻ പറ്റില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ ചോദിക്കുകയാണ്, ഓക്കെ, ഞാൻ ചോദിക്കുകയാണ് ഒരു ഓക്കെ ജസ്റ്റ് എ ബ്രേക്ക്. എനിക്ക് ചെറിയൊരു പ്രശ്നം പറ്റി എൻ്റെ സിസ്റ്റത്തിൽ. ഓക്കെ, മെഷർമെൻറ്റ് ഓഫ് ലെങ്ത്തിലേക്ക് തിരിച്ചു വരാം. ഞാൻ ചോദിക്കുകയാണ്, ഇവിടുന്ന് മൂണിലേക്ക് എന്താ ഡിസ്റ്റൻസ്? ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ കേസ് പറഞ്ഞ പോലെ ഒരു ടേപ്പ് എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് 3 വരെ അളക്കാൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട്, അത് പോസിബിൾ അല്ല. അതുപോലെ ഞാൻ ചോദിക്കുകയാണ്, വാട്ട് ഇസ് ദ ഡയമീറ്റർ ഓഫ് മൂൺ? ഇറ്റ് ഈസ് ആൾസോ നോട്ട് പോസിബിൾ. ഓക്കെ, വാട്ട് ഇസ് ദ ഡയമീറ്റർ ഓഫ് എർത്ത്? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ മേ ബി എനിക്ക് കണ്ടുപിടിക്കാം. കാരണം ഒരു വലിയ ടേപ്പ് ഉണ്ടായാൽ മതി. ഓക്കെ, ഒരു വളരെ ലെങ്തി ആയിട്ടുള്ളൊരു ടേപ്പ്. അപ്പോൾ ഞാനൊരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ടേപ്പ് വയ്ക്കും, എന്നിട്ട് ഞാനിങ്ങനെ നടന്നിട്ട് ഓക്കെ എർത്തിൻ്റെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റ്. അപ്പോൾ കേരളത്തിൽ നിന്ന് നടന്നു തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ US എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ഡിസ്റ്റൻസ് നോക്കിയാൽ മതി, അവിടെ നിന്ന് എനിക്ക് എന്ത് കിട്ടും? എർത്തിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാം. കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സോ അപ്പം എർത്തിലാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ മൂണിലാണെങ്കിൽ എങ്ങനെ ചെയ്യും? ഓക്കെ, അപ്പം നമ്മുടെ ഈ ടേപ്പ് പരിപാടി അവിടെ നടക്കില്ല. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ, അപ്പോൾ എർത്തിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാൻ ഈ പറഞ്ഞത് അത്ര എക്സാജറേഷൻ ഒന്നുമല്ല, കാരണം പലരും ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ എക്സ്പ്ലോറേഴ്സ്, പണ്ടത്തെ എക്സ്പ്ലോറേഴ്സ് ആണ്. ഇപ്പോൾ എന്താ പറയുക, വാസ്കോ ഡി ഗാമ കാപ്പാട് വന്നിറങ്ങി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷിപ്പിൽ ലോകം ചുറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഷിപ്പിൽ ഒരു തവണ മൊത്തം ലോകം ചുറ്റിക്കഴിഞ്ഞാൽ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു നോക്കിയാൽ മതി. ഓക്കെ, സോ ദാറ്റ് വിൽ ഗിവ് ദ പെരിമീറ്റർ ഓഫ് ദ സ്ഫിയർ. അപ്പോൾ അത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? റേഡിയസ് അല്ലെങ്കിൽ ഡയമീറ്റർ എല്ലാം കണ്ടുപിടിക്കാം. ഓക്കെ, അങ്ങനെ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ എക്സ്പെരിമെൻറ്റുകൾ നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബേസിക്കലി എർത്തിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി മുകളിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോൾ അതിനെന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ 2 ഒബ്സർവേഴ്സ്, 2 ആൾക്കാർ ഓക്കെ എർത്തിൻ്റെ 2 പോയിന്റിൽ നിന്നിട്ട് മൂണിനെ ഒബ്സർവ് ചെയ്യാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, ഒന്ന് കേരളമാണെങ്കിൽ ഒരാൾ കേരളത്തിലാണെങ്കിൽ ഒരാൾ US പോയിരുന്നിട്ട് ഒരു ടെലസ്കോപ്പ് വെച്ചിട്ട് മൂണിൻ്റെ സെൻറ്ററിലേക്ക് ഫോക്കസ് ചെയ്ത് വെച്ചു, 2 ടെലസ്കോപ്പും. ഓക്കെ, അപ്പോൾ ഈ 2 ടെലസ്കോപ്പും തമ്മിൽ ചെറിയൊരു ആംഗിൾ ഉണ്ടോ, അല്ലെങ്കിൽ അവിടുത്തെ നോർമലുമായിട്ട് ആ ടെലസ്കോപ്പിന് ഒരു ആംഗിൾ ഉണ്ടായിരിക്കും. ആ ആംഗിൾ അവർക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എത്ര ടിൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് അവർക്കറിയാം. സോ ബേസിക്കലി ഈ 2 ടെലസ്കോപ്പ് തമ്മിലുള്ള ആംഗിൾ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഫിഗർ നോക്കിയാൽ അറിയാം, ഒരു ബേസിക് ട്രിഗണോമെട്രി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആംഗിൾ ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. ആർക്ക് ലെങ്ത് പറയുന്നത് ഇപ്പോൾ ഡയമീറ്റർ ഓഫ് എർത്ത് ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അറിയാം, നമ്മൾ മെഷർ ചെയ്തു. ഓക്കെ, ആംഗിൾ നമ്മൾ മെഷർ ചെയ്തു. സോ യു ക്യാൻ ഗെറ്റ് ദ എന്താ പറയുക ഡിസ്റ്റൻസ്, 6 നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഇസ് കോൾഡ് പാരലാക്സ് മെത്തേഡ്. പാരലാക്സ് മെത്തേഡ് വഴിയാണ് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ മൂണിലേക്കുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്തു. ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, വാട്ട് ഇസ് ദ ഡയമീറ്റർ ഓഫ് മൂൺ? മൂണിൻ്റെ ഡയമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കാം?
ഈ എക്സ്പെരിമെന്റ് നേരെ തിരിച്ചിട്ടാൽ മതി. അതായത് എക്സ്പെരിമെന്റ് എന്നല്ല, ഈ ഫിഗർ നേരെ തിരിച്ചിട്ടാൽ മതി. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ എർത്തിൽ ഒരു പോയിന്റിൽ നിന്നിട്ട് തന്നെ മൂണിന്റെ 2 എഡ്ജും ഫോക്കസ് ചെയ്യുന്നു യൂസിങ് 2 ടെലസ്കോപ്സ്. 2 ടെലസ്കോപ്പ് വെച്ചിട്ട് ഈ മൂണിന്റെ 2 എഡ്ജിലേക്കും ഫോക്കസ് ചെയ്യും. അപ്പൊ ഈ 2 ടെലസ്കോപ്പും തമ്മിൽ ഒരു ആംഗിൾ ഉണ്ടായിരിക്കും. ആ ആംഗിൾ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, ആൾറെഡി മൂണിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മളിവിടെ നേരത്തെ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അഗെയിൻ യൂസിങ് സിമ്പിൾ ട്രിഗണോമെട്രി യു ക്യാൻ മെഷർ ദ ഡയമീറ്റർ ഓഫ് മൂൺ. സോ ദിസ് എൻ എക്സാമ്പിൾ ഓഫ് ലെങ്ത് മെഷർമെന്റ്. അപ്പോൾ നമ്മുടെ ലെങ്ത് മെഷർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരു ടേപ്പ് കൺസെപ്റ്റ് മാത്രമല്ല, വേറെ പല കൺസെപ്റ്റുകളും ഉണ്ട്. ടേപ്പ് കൺസെപ്റ്റ് ആണ് നമ്മുടെ കോമൺ സെൻസ് വരുന്നത്. അതല്ലാത്ത ഒരുപാട് കൺസെപ്റ്റുകൾ കയറി വരുന്നുണ്ട്. സർ, ആകാശ് പറഞ്ഞൊരു കുട്ടി ലീവായി അറിയാതെ. ഓക്കെ ആഡ് ചെയ്തു. പിന്നെ 5 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നിർത്തും, കാരണം സൂമിന്റെ സമയമായി തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ആവുകയാണെങ്കിൽ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നാളെ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ശരി. വിൽ കം ബാക്ക് ടു ദ ലെക്ചർ. അപ്പോൾ ഡിസ്റ്റൻസ് അപ്പോൾ ഒരു മെഷർമെന്റിന്റെ ചെറിയൊരു ഫ്ലേവർ തന്നു എന്ന് മാത്രം. ഇറ്റ്സ് മെഷർമെന്റ്സ് ആർ നോട്ട് സോ സ്ട്രൈറ്റ് ഫോർവേഡ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു സ്ട്രൈറ്റ് ഫോർവേഡ് മെഷർമെന്റ് അല്ല. ഓക്കെ, സോ മെഷർമെന്റ്സ് ആർ കോംപ്ലിക്കേറ്റഡ്. ഓക്കെ, ഇനി ഇത് തന്നെ ഇപ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വി ആർ മെഷറിങ് ദ ഡയമീറ്റർ ഓഫ് മൂൺ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ടു ദ മൂൺ വിത്ത് സം ഇക്വേഷൻസ് അല്ലെങ്കിൽ സം ലോസ്. നമ്മുടെ അടുത്ത് കയ്യിലുള്ള കുറച്ച് ലോസ് അല്ലെങ്കിൽ കുറച്ച് ഇക്വേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ലോ തെറ്റാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഇക്വേഷൻസ് തെറ്റാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്ത സാധനങ്ങളൊക്കെ തെറ്റി. ഓക്കെ, സോ ദാറ്റ് ഈസ് ആൾസോ ഇമ്പോർട്ടൻറ്റ്. യു ഹാവ് ടു ചെക്ക് ഈ നമ്മുടെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് അല്ലെങ്കിൽ ലോസ്, അത് അല്ലെങ്കിൽ ഫിനോമിനാനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ലോസ് ഒക്കെ ഉണ്ട്, അതൊക്കെ തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കാൽക്കുലേഷൻസ് തെറ്റും. അത് പലപ്പോഴും നമ്മൾ തെറ്റാണോ എന്ന് തന്നെ അറിയാണ്ട് ചെയ്യാറുണ്ട്. ഓക്കെ, so that's some flavor of measurements. Now we will again come back to the mechanics. Mechanics എന്ന് പറയുന്നത് നമുക്ക് ആദ്യത്തെ ടോപ്പിക്കാണ് ഫ്രെയിംസ് ഓഫ് റെഫറൻസ്. എനിക്ക് തോന്നുന്നത് നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം, കാരണം ഇത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും. ഓക്കെ, ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. സോ നമ്മുടെ ടൈം ഏതാണ്ട് കഴിയാറായിട്ടുണ്ട്. 5 മിനിറ്റും കൂടി ഉണ്ടാവുള്ളൂ സൂമിൽ. അപ്പോൾ മേ ബി വി ക്യാൻ സ്റ്റാർട്ട് ടുമോറോ. വി ക്യാൻ കണ്ടിന്യൂ ടുമോറോ ഫ്രം ഫ്രെയിംസ് ഓഫ് റെഫറൻസ് മുതൽ നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ആർക്കെല്ലാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. Any doubt? ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം.